ഇന്നലെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നമ്മുടെ നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന ധനമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് 24-25 കൊല്ലത്തേക്കുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവരൊരു ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള ആത്മവിശ്വാസമൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ബഡ്ജറ്റിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലങ്ങളായി BJP ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ സത്യത്തിൽ ഇപ്പോൾ ഒരു NDA പരിപൂർണമായിട്ടുള്ളൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചേക്കാണ്. എന്ന് പറഞ്ഞാൽ BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിന് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ ബീഹാറിനും അതുപോലെ ആന്ധ്രാപ്രദേശിനും ഒക്കെ കിട്ടി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് നമുക്ക് കൃത്യമായി പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളമടക്കം നമ്മുടെ കൊച്ചു കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം പരിപൂർണമായി അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആന്ധ്രയുടെയും ബീഹാറിൻ്റെയും ഒക്കെ ബഡ്ജറ്റ് കേൾക്കുന്ന പോലെയാണ് തോന്നിയത് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇത് മറ്റേ കസേര കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം. അപ്പോൾ ഇതിൽ നിർമ്മലാ സീതാരാമന് സന്തോഷിക്കാനുള്ളൊരു വകയുണ്ട്. കാരണം അവർ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 7ാമത്തെ ബഡ്ജറ്റാണ്. അതായത് മൊറാർജി ദേശായിയുടെ 6 തവണത്തെ അത്തരത്തിലുള്ള റെക്കോർഡ് അവർ മറികടന്നിരിക്കുന്നു നിർമ്മലാ സീതാരാമൻ. പക്ഷേ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് മൊറാർജി ദേശായി തന്നെയാണ്. അദ്ദേഹം 10 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. തൊട്ട് താഴെ നിൽക്കുന്നത് P. ചിദംബരമാണ്. അദ്ദേഹം 9 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ജയിലിലൊക്കെ കിടക്കേണ്ടി വന്ന കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് P. ചിദംബരം, നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മതിലൊക്കെ ചാടിക്കിടന്നാണ് അന്ന് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം പിന്നീട് തൊട്ടടുത്തുള്ളത് പ്രണബ് മുഖർജിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയാണ് അത്തരത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ബഡ്ജറ്റിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് കഴിഞ്ഞ തവണ 2023-24 ബഡ്ജറ്റിൽ 35 ലക്ഷം കോടി രൂപയുടെ ഒരു ഇൻകവും അതുപോലെ 45 ലക്ഷം കോടി രൂപയുടെ എക്സ്പെൻസുമാണ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നതെങ്കിൽ ഏതാണ്ട് അതിൽ നിന്ന് ചെറിയ വ്യത്യാസമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ ഇൻകം എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. 32.07 ലക്ഷം കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ ഇൻകം വരും എന്ന് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 48.21 ലക്ഷം കോടി രൂപയാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് GDPയുടെ 4.9% ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടലുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റുകൾ ഞാൻ വളരെ സാഹൂതം നിരീക്ഷിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പോൾ മാത്രമല്ല, മനോരമയൊക്കെ ഒരു ബഡ്ജറ്റ് പ്രഭാഷണം എല്ലാ കൊല്ലവും നടത്താറുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. അങ്ങനെ നാളെയാണ് അത്തരത്തിലുള്ളൊരു പരിപാടി അവർ 25-ാം തീയതിയാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് പ്രഭാഷണത്തിനൊക്കെ ഞാൻ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതായത് താജ് ഗേറ്റ്വേ ഇന്നിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യമായിട്ടോ അല്ലെങ്കിൽ 2ാമത്തെ തവണ ആയിരിക്കും അവർ നടത്തുന്ന പ്രഭാഷണം മുതൽ ഞാനത് കൃത്യമായി പോകുന്ന ഒരാളാണ്. അന്ന് ജയറാം രമേശാണ് വന്ന് സംസാരിച്ചിരുന്നത് അവിടെ. അതൊരു ചെറിയ ഹാളിൽ വെച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ മനോരമ അത് ഒരു വലിയ ബ്രാൻഡാക്കി വളർത്തിയെടുത്തു. അതിനുശേഷം അവർ ഇപ്പോൾ കഴിഞ്ഞ തവണ നടത്തിയത് ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ്. വലിയ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ നാളെ നടക്കുന്നത് ലേ മെറിഡിയനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റുകൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ തവണ ബാലഗോപാലിൻ്റെ കേരളത്തിൻ്റെ ബഡ്ജറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബഡ്ജറ്റുകൾ പലപ്പോഴും ഇങ്ങനെ അവതരിപ്പിക്കുകയും അത് പിന്നീട് എത്രത്തോളം പദ്ധതികൾ നടപ്പിലാക്കിയോ ഇല്ലേ എന്നൊക്കെ അറിയാതെ നമ്മളങ്ങോട്ട് പോവുകയും ചെയ്യുന്നൊരു കാര്യമാണുള്ളത്. പകരം ഈ അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് വേണമെങ്കിൽ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പെങ്കിലും വളരെ കൃത്യമായി കഴിഞ്ഞ ബഡ്ജറ്റിലുള്ള ഏതൊക്കെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി, അതിനെ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് കണ്ടു, നമ്മൾ എക്സ്പെക്ട് ചെയ്ത റവന്യൂ വന്നിരുന്നോ, നമ്മൾ എക്സ്പെൻഡിച്ചർ അത്രത്തോളം ചിലവാക്കിയിരുന്നു, അല്ലെങ്കിൽ ചില സെഗ്മെൻറ്റുകളിൽ ചിലവാക്കാൻ വിട്ടുപോയിരുന്നോ, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് കൃത്യമായി അവർ എടുത്തിരുന്നോ എന്നൊക്കെയുള്ള കണക്കുള്ള ഒരു കൃത്യമായ ഓഡിറ്റിംഗ് പലപ്പോഴും ലോക്സഭകളിലും നിയമസഭകളിലും ഒക്കെ നടക്കേണ്ടതാണ്. പക്ഷേ അത് നടക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതൊരു വലിയ പ്രഖ്യാപനമായിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ബഡ്ജറ്റിലും അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ റവന്യൂ പറയുന്നത് ഈ 32.07 ലക്ഷം കോടി രൂപയുടെ റവന്യൂ പറയുന്നതിൽ ടാക്സ് റവന്യൂ പറയുന്നത് 25.83 ലക്ഷം കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 26 ലക്ഷം കോടി രൂപയാണ് എന്ന് നമുക്ക് പറയാം. അത് ടാക്സ് വഴി പിരിഞ്ഞ് കിട്ടുമായിരിക്കാം വളരെ ഊർജിതമായി പിരിച്ചാൽ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചില മാധ്യമങ്ങളിലെ ആ റിപ്പോർട്ട് കണ്ടുള്ളൂ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് 2.9 ലക്ഷം കോടി രൂപ തന്നെ ഇതുവഴി വരുമാനം ഉണ്ടാക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ അത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ്.
ഇനി നമുക്ക് ഇത് ബീഹാറിലും ആന്ധ്രാപ്രദേശിനും ഒരു കൂടുതൽ പരിഗണനകൾ കൊടുത്തോ എന്ന് നമുക്ക് നോക്കാം. അത് കൊടുത്തെങ്കിൽ നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം കസേര കാക്കുന്നതിന് അത് വളരെ ആവശ്യമാണ്. കൂടുതൽ കൊടുത്തിട്ടുണ്ടാവുക ബീഹാറിനായിരിക്കും. അതിൻ്റെ കാര്യം, ബീഹാറിൽ ജനതാദൾ യുണൈറ്റഡിന് 12 സീറ്റുകളുണ്ട്. ലോക് ജനശക്തി പാർട്ടി എന്ന് പറയുന്ന രാംവിലാസ് പാസ്വാൻ്റെ, ഇപ്പോൾ ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിൻ്റെ മകൻ നയിക്കുന്ന പാർട്ടിക്ക്, രാംവിലാസ് പാസ്വാൻ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മകൻ നയിക്കുന്ന പാർട്ടിക്ക് 5 സീറ്റുകളുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച എന്ന് പറയുന്ന HAM എന്ന് പറയുന്ന പാർട്ടിക്ക്, ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് 1 സീറ്റുണ്ട്. അപ്പോൾ അവർക്ക് ആ ടോട്ടൽ ബീഹാർ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 18 സീറ്റുകൾ വരും. ആ 18 സീറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ബീഹാറിൽ അവർക്ക് വാരിക്കോരിയാണ് ഗവൺമെൻറ് കൊടുത്തേക്കുന്നത്. ഇതിനു മുൻപ് തന്നെ JDUവിൻ്റെ 2 അഖിലേന്ത്യാ കമ്മിറ്റി മീറ്റിങ്ങുകൾ ഡൽഹിയിൽ വെച്ചാണ് നടന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് നരേന്ദ്രമോദിയുടെ കരുത്തിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിശകലനം ചെയ്ത കുറേ ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു കരുത്തിന് കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആ കരുത്തിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. കാരണം മന്ത്രിമാരെയൊക്കെ നിശ്ചയിച്ചപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, ഇവരൊക്കെ വിട്ടുകൊടുത്തില്ലേ, BJPയുടെ അതേ മന്ത്രിമാർ തന്നെയല്ലേ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലെല്ലാം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇപ്പം നിർമ്മലാ സീതാരാമനാണ് ധനമന്ത്രിയായിട്ടിരിക്കുന്നതെങ്കിലും സത്യത്തിൽ അതിൻ്റെ ചരട് ജനതാദൾ യുണൈറ്റഡിൻ്റെയും ഈ പറയുന്ന TDPയുടെ ഒക്കെ കയ്യിലാണെന്ന് വേണ്ടിവരും നമ്മൾ വിചാരിക്കാൻ. കാരണം അവർ സമ്മർദ്ദം ചെലുത്തിയത് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തെലുങ്ക് ദേശം പാർട്ടിയും 2 തവണ നരേന്ദ്രമോദിയുമായി ബഡ്ജറ്റിന് മുമ്പ് തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ അവർക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് വെളിവായിരിക്കുന്നു. അതുപോലെ കേരളത്തിൽ സുരേഷ് ഗോപിക്കൊന്നും ഒരു സ്വാധീനവും ഇല്ലെന്നും വെറുതെ ഒരു സഹമന്ത്രി സ്ഥാനം ഒരു കാറുമായി കൊടുത്തേക്കുന്നതാണെന്നും അല്ലാതെ ഇവിടെ പ്രൊജക്റ്റുകളൊന്നും വരാൻ പോകുന്നില്ലെന്നും ഒക്കെ വിളിച്ചു പറയുന്ന തെളിയിക്കുന്ന ഒരു ബഡ്ജറ്റ് കൂടിയാണിത്. അതിൽ ബീഹാറിൽ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. വന്നിട്ട് നമുക്ക് കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ബീഹാറിൽ ഹൈവേകൾക്ക് വേണ്ടി മാത്രമായിട്ട് 26,000 കോടി രൂപയാണ് ഗവൺമെൻറ് കൊടുത്തേക്കുന്നത്. പിന്നെ അവിടുത്തെയുള്ള പവർ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് 21,400 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വെള്ളപ്പൊക്കത്തിന് വേണ്ടിയിട്ട് 11,500 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 58,900 കോടി രൂപ അവർക്ക് കൊടുത്തിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. ബാക്കി ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ അതായത് തൊഴിലുറപ്പ് സംരക്ഷണ പദ്ധതിയും അതുപോലെ നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് കൂടാതെ തന്നെ ബീഹാറിലൊക്കെ കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ബീഹാർ അല്ലെങ്കിലും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ബീഹാറിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 21% കേന്ദ്ര ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ കേരളത്തിലേക്ക് കിട്ടുന്നതെങ്കിൽ ബീഹാറിലെ അവരുടെ ചെലവുകളുടെ 71% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് കൂടാതെയാണ് ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ കൂടി അവർക്ക് കൊടുത്തേക്കുന്നത്. ആ കൊടുത്തേക്കുന്നതിൻ്റെ പിന്നിൽ അവിടെ ന്യായീകരണമായി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബീഹാർ കുറച്ചുകൂടി ഡെവലപ്ഡ് അല്ലാത്തൊരു സ്റ്റേറ്റാണ് എന്നുള്ളത് സമ്മതിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി പരിഗണന കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ബീഹാറും ജാർഖണ്ഡുമായി ഏതാണ്ട് 2000-ൽ അവർ വിഭജിച്ചു പോയപ്പോൾ ജാർഖണ്ഡിലേക്കാണ് വലിയ മൈനുകളും അതുപോലെ വരുമാനമുള്ള കാര്യങ്ങളെല്ലാം പോയത്. അതുകൊണ്ട് തന്നെ ജാർഖണ്ഡിലെ JMM പോലെയുള്ള പാർട്ടികളൊക്കെ വലിയ പണക്കാരാകുന്നത് നമ്മൾ കണ്ടു. അത് മാത്രമല്ല, അവിടെ എല്ലാ വർഷവും തന്നെ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ പറയുന്ന ജാർഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങോട്ട് മെയിൻ വരുമാനമുള്ള സ്ഥലങ്ങൾ അപ്പുറത്തേക്ക് പോയപ്പോൾ ബീഹാർ വലിയ ബുദ്ധിമുട്ടിലായിപ്പോയി. കഴിഞ്ഞ ഏതാണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ ഏതാണ്ട് 10-ലധികം പാലങ്ങൾ അവിടെ 17 മാസം കൊണ്ട് തന്നെ പൊളിഞ്ഞു പോയ ഒരു സ്റ്റേറ്റ് കൂടിയാണ്. ഇത് കിട്ടിയാലും അവർ നന്നാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഭരിക്കുന്നത് ജനതാദൾ യുണൈറ്റഡും അതുപോലെ തന്നെ BJPയും അടക്കമുള്ള സഖ്യകക്ഷികളൊക്കെയാണ്. അപ്പോൾ അവരിപ്പോൾ ഇതിൽ നിന്ന് എത്ര കോടി അടിച്ചു മാറ്റും എന്ന് മാത്രമേ നമ്മൾ അറിയാനുള്ളൂ. അല്ലാതെ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് പറയുന്നൊരു പ്രതീക്ഷയില്ല. ഇനി അടുത്തൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ നമുക്കറിയാം 2004 അത് തെലുങ്കാനയായിട്ട് വിഭജിച്ചപ്പോൾ ഹൈദരാബാദ് ആണ്, ഈ 2 പേരുടെയും തലസ്ഥാനമായിട്ട് ഹൈദരാബാദാണ്. അപ്പോൾ അതിന് പകരം അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 1,00,000 കോടി രൂപ മുടക്കി വലിയ സിറ്റിയൊക്കെ പണിയാൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ താല്പര്യമുണ്ടായപ്പോൾ അത് മാറ്റിക്കൊണ്ടാണ് ജഗൻമോഹൻ റെഡ്ഡി വന്നത്. ജഗൻമോഹൻ റെഡ്ഡി പക്ഷേ അതിന് വലിയ താല്പര്യമെടുത്തില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും ചന്ദ്രബാബു നായിഡു അമരാവതി എന്ന് പറയുന്ന പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് 15,000 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കോടി രൂപ കൊടുക്കുമ്പോൾ ഒരു ചെറിയ ക്ലോസ് ഇന്നലെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമ്മുടെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മൾട്ടിലാറ്ററൽ ഏജൻസീസ് വഴി എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ വഴി
ഈ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടത് കൃത്യമായി ഗവൺമെൻറ് എന്തായാലും കൊടുക്കേണ്ടി വരും. കാരണം അത്രമാത്രം സമ്മർദ്ദം എന്താണെങ്കിലും TDPയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതുമാത്രമല്ല, ഇനിയുള്ള വർഷങ്ങളിൽ ഇതിന് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കൂടുതൽ എക്സസ് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തുകൊണ്ടേയിരിക്കും എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നിർമ്മലാ സീതാരാമൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഹൈദരാബാദ് ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അതുപോലെ നമുക്ക് മറ്റ് ഈ പറയുന്ന വിശാഖപട്ടണം ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. ഇങ്ങനെ കോറിഡോറുകൾക്ക് വേണ്ടിയും പണം മാറ്റിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ കൂടാതെ പോലാവരം ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്ന വലിയൊരു പ്രൊജക്റ്റ്, അവിടെയുള്ള കർഷകർക്കൊക്കെ ജലം കിട്ടേണ്ട ഒരു വലിയ പ്രൊജക്റ്റ്, അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഉദാരമായി ഫണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടാതെ ഈ പണം ഇപ്പോൾ പറഞ്ഞത് കൂടാതെ ബാക്ക്വേർഡ് റീജിയണായി പ്രഖ്യാപിച്ചിട്ടുള്ള 3 ജില്ലകൾക്ക്, അതായത് റായൽസീമ പോലെയുള്ള ചില 3 ജില്ലയോളം വരുന്ന ജില്ലകൾക്ക് അവർ അഡീഷണൽ പണം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏതാണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രം ഒരു 28,000 കോടി രൂപയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വരും ഈ പ്രൊജക്റ്റുകളൊക്കെ തന്നെ കണക്ക് കൂട്ടിയാൽ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ബഡ്ജറ്റ് സംഭാഷണത്തിൽ തന്നെ ഏതാണ്ട് 25ഓളം മിനിറ്റ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ സംസാരിച്ചത് മുഴുവൻ ഈ 2 സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് എന്ന് നിങ്ങൾ അറിയണം. ആ സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യം നമുക്കറിയാം. കാരണം 16 സീറ്റ് TDP കൊണ്ട്. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ തീർച്ചയായിട്ടും നിലനിർത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ഇത് കസേര കാക്കാനുള്ള ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് ഈ 2 സംസ്ഥാനങ്ങൾക്കും കൂടി 1 ലക്ഷം കോടി രൂപയിലധികം മിക്കവാറും ഈ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ടാകും എന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് 48.21 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ഇന്ത്യ മുഴുവൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ പറയുന്ന ആന്ധ്രാപ്രദേശിനും അതുപോലെ ബീഹാറിനും വേണ്ടി ഏതാണ്ട് 1 ലക്ഷത്തിലധികം കോടി കൊടുക്കും. അതുകൂടാതെ മറ്റ് പ്രൊജക്റ്റുകൾ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അവർക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ബഡ്ജറ്റിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. നമുക്കത് സംഭവിക്കുമെന്നറിയാം. അതായത് കുറേ കൂടി ദുർബലനായ ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് കാണിച്ചു തരുന്നത്. സത്യത്തിൽ അവരുടെയൊന്നും നേതാക്കൾ മന്ത്രിമാരായി വലിയ പോസ്റ്റുകളിൽ ഇല്ലെങ്കിൽ പോലും അവർക്കാണ് ഏറ്റവും വലിയ സ്വാധീനം എന്ന് തെളിയിക്കുന്ന ബഡ്ജറ്റാണിത് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതെ വയ്യ. ഇനി മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി, അതായത് കേന്ദ്ര ഗവൺമെൻറ് BJPയുടെ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ നമ്മുടെ ഇവിടെ കണക്കൂട്ടിയിട്ടുള്ളത് ഏതാണ്ട് 54% പേർ തൊഴിലില്ല എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലും അത് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഹരിയാനയിലൊക്കെ ഏതാണ്ട് 35% പേർ തൊഴിലില്ല കഴിഞ്ഞ കൊല്ലം തന്നെ എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അഗ്നിവീർ പ്രൊജക്റ്റിനെതിരെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരെ വലിയ രോഷം അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇത്തവണ 2 ലക്ഷം കോടി രൂപ 4 കോടി തൊഴിൽ സൃഷ്ടിക്കുന്നതിന്, അടുത്ത 5 കൊല്ലത്തേക്ക് 4 കോടി തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെ നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, കഴിഞ്ഞ തവണ ഓരോ കൊല്ലവും ഞങ്ങൾ 2 കോടി തൊഴിൽ വീതം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാകുമ്പോൾ 5 കൊല്ലം കൊണ്ട് ഏതാണ്ട് 10 കോടി ജനങ്ങൾക്ക് തൊഴിലായേനെ. അങ്ങനെ തൊഴിലായിരുന്നെങ്കിൽ ഏതാണ്ട് ഇന്ത്യൻ ജനതയുടെ ഒരു 8-9% വരുന്ന ആളുകൾക്ക് തൊഴിൽ കിട്ടിയേനെ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പലപ്പോഴും ഈ ബഡ്ജറ്റുകൾ വരവ് ചെലവ് പ്രഖ്യാപിക്കുകയും കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യാതെ ഇതിൻ്റെ ഒരു ഓഡിറ്റ് കൃത്യമായി ലോക്സഭയിലും നിയമസഭയിലും വെക്കാനുള്ള ഒരു നിയമം ഉണ്ടാക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ യുവജനങ്ങളെ ലാക്കാക്കിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ സ്കീമിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക്, അതായത് നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികളിലാണ് വർക്ക് ചെയ്യണമെങ്കിലും അവർ PF ഉള്ളതാണെങ്കിൽ ആ PFിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ള സാലറി ഉള്ളവർക്ക് 15,000 രൂപ ഗവൺമെൻറ് കയ്യിൽ നിന്ന് കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് എത്രത്തോളം നടക്കും എന്നെനിക്കറിയില്ല. കാരണം ഓരോ സെഗ്മെൻറ്റും എടുത്തു നോക്കിയാൽ തന്നെ ഏതാണ്ട് 20 ലക്ഷം ആളുകളൊക്കെ ഒരു കൊല്ലം തന്നെ പുതിയതായിട്ട് EPFിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്ട് ഒരു 50 ലക്ഷത്തിന് മുകളിൽ എന്തായാലും പോകും. അപ്പോൾ അത്തരം ആളുകൾക്ക് നിസാര എമൗണ്ടൊന്നുമല്ല, 15,000 രൂപ 3 ഗഡുക്കളായി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 1 കോടി ആളുകളുണ്ടെങ്കിൽ ഈ പറയുന്ന അത് കൊടുക്കാൻ തന്നെ ഏതാണ്ട് 15,000 കോടി രൂപ വേണം. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് കണ്ടെത്തും എന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഫണ്ട് ഷോർട്ടേജാണ്. നമ്മുടെ ഇൻകവും എക്സ്പെൻഡിച്ചറുമായിട്ട് തന്നെ ഏതാണ്ട് ഒരു 16 ലക്ഷത്തോളം കോടി രൂപയുടെ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. ഇനി
മറ്റ് പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു തഴയപ്പെട്ടൊരു സംസ്ഥാനം എന്ന് പറയുന്നത് UP കൂടിയാണ്. അതായത് ഉത്തർപ്രദേശിലെയും യോഗി ആദിത്യനാഥിനെയും ഒക്കെ ഈ ബഡ്ജറ്റിൽ കൃത്യമായി തഴഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ കിട്ടിയിട്ടുള്ള ആകെയുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കാശി വിശ്വനാഥ ടെമ്പിൾ അതിൻ്റെ കോറിഡോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റ് മാത്രമാണ്. അത് വാരണാസിയിലാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലത്തിൽ മാത്രമാണ്. മറ്റ് കാര്യങ്ങളിലൊന്നും, അതായത് മറ്റ് ഒരു വലിയ പ്രൊജക്റ്റുകളൊന്നും UPയിലേക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതും നമ്മൾ ഈ ബഡ്ജറ്റിൽ കൃത്യമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കേന്ദ്ര വിഹിതം കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ മനുഷ്യ സൂചികകൾ, അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റൽ സൂചികകൾ പലപ്പോഴും കുറച്ചുകൂടി മെച്ചപ്പെട്ടതായതുകൊണ്ട്, പോപ്പുലേഷൻ കൺട്രോൾ നമ്മൾ കൃത്യമായി നടപ്പിലാക്കിയതുകൊണ്ട് ഒക്കെ തന്നെ നമുക്ക് പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് കേരളത്തിലെ ചെലവിൽ ഒരു 21% മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് വഹിക്കുന്നുള്ളൂ, മേജർ പ്രൊജക്റ്റുകളൊക്കെ ഒഴിവാക്കി വെച്ചാൽ. പക്ഷേ UPയുടേത് ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റേത് 47% കേന്ദ്ര ഗവൺമെൻറ്റാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ ബീഹാറിൻ്റേത് 71% എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഈ പറയുന്ന നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ബഡ്ജറ്റ് വിഹിതങ്ങൾ കൊടുക്കേണ്ടതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം ആവശ്യപ്പെട്ടത് പോലും വളരെ കുറവായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. കേരളം ആവശ്യപ്പെട്ടത് ഏതാണ്ട് 24,000 കോടി രൂപയുടെ ഒരു പദ്ധതികൾ പണം നമുക്ക് തരണം എന്ന് മാത്രമാണ്. അതിൽ 6,000 കോടി രൂപയുടെ പണമായിട്ട് തരേണ്ട, പകരം ഒരു കടമെടുപ്പ് പരിധി കൂട്ടിക്കിട്ടിയാൽ മതി. കാരണം 6,000 കോടി രൂപ ഹൈവേ പണിയുന്നതിന് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട പണമാണ്. അത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊന്നും സാധാരണ മേടിക്കുന്നുണ്ടായില്ല, മഹാഭൂരിപക്ഷം സ്റ്റേറ്റുകളിൽ നിന്നും. പക്ഷെ നമ്മളിവിടെ നിന്ന് മേടിക്കാനുള്ള ഒരു കാരണം, നമ്മൾ നിതിൻ ഗഡ്കരി തന്നെ ഒരു തവണ പാർലമെൻറ്റിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലൂടെ ഒരു ഹൈവേ പണിയണമെങ്കിൽ അതിൻ്റെ ചിലവ് 100 കിലോമീറ്റർ പണിയണമെങ്കിൽ അതിൻ്റെ 100 കോടി രൂപ സ്ഥലമെടുപ്പിന് മാത്രം ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും ചിലപ്പോഴൊക്കെ അതിന് 1 കിലോമീറ്റർ പണിയണമെങ്കിൽ പോലും 100 കോടി രൂപ വേണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം, ഈ സ്ഥലത്തിൻ്റെ വില വലിയ കൂടുതലാണ് മറ്റ് സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്നുള്ള നിലക്കാണ് ഗവൺമെൻറ് ഒരു 6,000 കോടി രൂപ അങ്ങോട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ 6,000 കോടി രൂപ കൊടുക്കുന്നതിന് ഗവൺമെൻറ് വിരോധമില്ല, പക്ഷേ അത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കടമെടുക്കാനുള്ള പരിധി കൂട്ടിത്തരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു 3,400 കോടി രൂപ കിട്ടാനുള്ളതുണ്ട്. ആ കിട്ടാനുള്ള പണത്തിൽ ചില കണക്കുകളിലൊക്കെ ചില ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കേരള ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ 1,500 കോടി രൂപ എന്ന് പറയുന്നതിൽ ഇപ്പോൾ നമ്മുടെ UGC അനുസരിച്ചുള്ള അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു പണം തരണം. ആ പണം 750 കോടി രൂപയാണ്. അത് ഞങ്ങൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, അത് നിങ്ങൾ തരണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞത്. അത് സത്യമല്ല, കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പക്ഷേ അത് കൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് കൂടി കിട്ടേണ്ട വിഹിതമാണ്. അതുപോലെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 5,000 കോടി രൂപ ചോദിച്ചിരുന്നു, ഇതൊന്നും കിട്ടിയില്ല. ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി 5,000 കോടി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വർധാൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊജക്റ്റിന് വേണ്ടി 76,000 കോടി മുടക്കുന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഏതാണ്ട് 13,000 കോടി രൂപ അവിടെ മുടക്കിയിട്ടുണ്ട്. അതിൽ സിംഹഭാഗവും കേന്ദ്ര ഗവൺമെൻറ്റാണ് മുടക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കേരളം അപ്പാടെ തന്നെ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരും എന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 150 ഏക്കർ സ്ഥലം എടുത്തിരുന്നു. പക്ഷെ അതും പ്രഖ്യാപനമായി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ചോദിച്ചപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത്, മന്ത്രി പറയുന്നത്, ഇത് അങ്ങനെ ബഡ്ജറ്റിൽ തന്നെ പറയണമെന്നില്ലല്ലോ, പിന്നീടാണെങ്കിൽ കിട്ടിയാൽ പോരെ, വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം സിനിമ സ്റ്റൈൽ ഡയലോഗ് വിടുന്നത്. പക്ഷെ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ ഏതാണ്ട് മാസങ്ങളായി ഇതുപോലെ കാത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്കുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഇടനാഴി വെക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് സിറ്റി പോലെ ഒരു സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനോട് പറഞ്ഞിരുന്നു. അത് നമ്മൾ ഏതാണ്ട് 1,200 കോടി രൂപ മുടക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകൾ ഇതിനകത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഒന്ന് UPയിലെ പറഞ്ഞു, രണ്ടാമത്തേത് നമ്മൾ ഒഡീഷയിൽ, അതുപോലെ തന്നെ പുരി ജഗന്നാഥ ടെമ്പിൾ എന്ന് പറയുന്ന വലിയ ഫേമസ് ആയിട്ടുള്ള ടെമ്പിളൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ മറ്റു പല ടെമ്പിളുകളൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള അവിടെ ഉള്ള ഒരു തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഒരു പ്ലാൻ ഗവൺമെൻറ് അവതരിപ്പിച്ചിരുന്നു. അതിനവർക്ക് പണവും ഒഡീഷയ്ക്ക് നന്നായി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിലും കേരളം അവഗണിക്കപ്പെട്ടു. കാരണം കേരളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തൃശ്ശൂർ തൃപ്രയാറോ അല്ലെങ്കിൽ ശബരിമലയോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്ലാനുകൾ വരും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അതും സത്യത്തിൽ ഈ
ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ BJP വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത്തവണ ഞങ്ങൾ ഭരിക്കുന്നത് NDA ആണെന്നും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂവെന്നും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. JDUവും LJPയും ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയും കൂടി 18 സീറ്റുണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ബീഹാറിനാണ് കൊടുത്തേക്കുന്നത്. തൊട്ടടുത്ത് 16 സീറ്റുകളുള്ള TDPക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഇത്തവണ BJP കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒഡീഷയിലും അവർ കാര്യമായി ശ്രദ്ധ പുലർത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലപ്പോഴും കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവും, വനിതാ കേന്ദ്രമന്ത്രി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പല ഹോർഡിങ്ങുകളൊക്കെ കണ്ടിരുന്നു. ഞാനന്നൊരു രാഷ്ട്രീയ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, മന്ത്രിയായാൽ അവർക്ക് കൊള്ളാം, അല്ലാതെ നാടിനൊന്നും വലിയ ഗുണമുണ്ടാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം സമ്മർദ്ദം ചെലുത്താനൊന്നും ഇവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ വീരവാദങ്ങളും ഇവിടെ എന്തോ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതൊക്കെ വെറും കടലാസ് പുലിയായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചപ്പോൾ, അദ്ദേഹം ഇതൊന്നും കൃത്യമായി പഠിക്കുന്ന ഒരാളായിരിക്കില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ആയിക്കോട്ടെ ഇവിടെ ഒന്നും എയിംസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോകുന്നതാണ് കണ്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്ന് എനിക്ക് തോന്നുന്നു ആരോടെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും എയിംസ് ഇല്ലെങ്കിലും എയിംസ് വീണ്ടും വന്നേക്കാം, വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും എന്നൊക്കെയുള്ള ഡയലോഗുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കേരളത്തിൽ കുറച്ചുകൂടി ഒരു നാഷണൽ പാർട്ടികളല്ല, ഒരു പ്രാദേശിക പാർട്ടികളാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടായേനെ എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള നാഷണൽ പാർട്ടികളിൽ നിന്ന് നമുക്ക് കോൺഗ്രസിൽ നിന്ന് ഒരു തവണ 6-7 വരുന്ന മന്ത്രിമാർ നമുക്ക് കേന്ദ്രത്തിലുണ്ടായിരുന്നു. അന്നും വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ സുരേഷ് ഗോപിയുടെ തന്നെ വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരളീധരനൊന്നും പോയിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ലെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. രാജഗോപാലും കരുണാകരനും മാത്രമേ വികസനം കൊണ്ടുവന്നിട്ടുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഈ പറയുന്ന പോലെ വായ്ത്താരികൾക്കും അപ്പുറം കേരളത്തിലേക്ക് ഒരു തരത്തിലുള്ള വികസനവും ഈ പറയുന്ന BJP ഗവൺമെൻറ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ തരുന്നില്ല. പിന്നെ ചില പദ്ധതികളിലും വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി, ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് 83,000 കോടി രൂപയാണ് ഗവൺമെൻറ് ഇപ്പോൾ അലോട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ അതിൽ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം 44,000 കോടി രൂപയും ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ഏതാണ്ട് 3-4 മാസങ്ങൾ കൊണ്ട് ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗ്രാമങ്ങളിലേക്ക്, ഇന്ത്യയിലെ 60-68% വരുന്ന ഗ്രാമങ്ങളിലേക്ക് പണം എത്തുന്നതിൻ്റെ ലഭ്യത കുറച്ചുകൂടി കുറയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ BJP ഒരു വലിയ പ്രശ്നത്തിലായിരിക്കുന്നു. നമ്മളിപ്പോൾ ബിസിനസ്സിലൊക്കെ അങ്ങനെ സംഭവിക്കും. അതായത് നമ്മളൊരു ലോസിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ സ്പെൻഡ് ചെയ്യാൻ മടിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. പിന്നീട് അത് വീണ്ടും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ മടിക്കും. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ BJPയും അത്തരത്തിലുള്ള സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിൽ എന്തായാലും ഇവർക്കൊക്കെ കൊടുത്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായി കഴിഞ്ഞ പരാജയത്തിന് കാരണമായ പ്രശ്നങ്ങളെ നേരിടാൻ ഈ ബഡ്ജറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഭരണം നിലനിർത്തുകയോ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് പലപ്പോഴും ഭരണത്തിലുള്ള കഴിഞ്ഞ തവണ തോൽക്കാനിടയായ കാരണങ്ങളിൽ നിന്ന് അതിജീവനത്തിന് ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും നടക്കാത്തൊരവസ്ഥയിലേക്ക് BJP ഗവൺമെൻറ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്കാണ് വലിയ ഗുണം കിട്ടിയിട്ടുള്ളത്. കേരളത്തിന് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. കേരളത്തിൻ്റെ മന്ത്രി, ടൂറിസം വകുപ്പ് സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇരുന്നിട്ടും ഒരു ടൂറിസത്തിൽ പോലും ശബരിമലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീർത്ഥാടന ടൂറിസമെങ്കിലും, അതല്ല വേണ്ടത് സത്യത്തിൽ, പക്ഷേങ്കിലും അതിനെങ്കിലുമുള്ള ഒരു പ്രൊജക്റ്റ് പോലും സംഘടിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന നഗ്നമായ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ് കേന്ദ്ര ബഡ്ജറ്റ് പെട്ടെന്ന് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.